ഞാനീ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരത്തിലാണ്. രാവിലെ 7:15 പുനലൂർ കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. രാവിലെ ആയതുകൊണ്ട് തന്നെ ട്രെയിനിൽ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. എർണേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിനു ശേഷം ബസ്സിലാണ് ഞങ്ങൾ തക്കലയിലെത്തിയത്. അവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ചില പ്രത്യേക ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ്. 11 മണിയോടെ ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തിയിരുന്നു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ പത്മനാഭപുരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുവിതാംകൂർ കാലഘട്ടത്തിലെ ഒരു കൊട്ടാരമാണ് കൽക്കുളം കൊട്ടാരം എന്നറിയപ്പെടുന്ന പത്മനാഭപുരം കൊട്ടാരം. AD 1601 ഇരവിവർമ്മ കുലശേഖര പെരുമാൾ നിർമ്മിച്ചതാണിത്. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഇത്. 1795 വരെ പത്മനാഭപുരം തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു. അതിനുശേഷം അത് തിരുവനന്തപുരത്തേക്ക് മാറ്റി. 127 രാജകീയ മുറികളുടെയും 16 കെട്ടുകളുടെയും വിപുലമായ ഒരു സമുച്ചയം ഇവിടെയുണ്ട്. വിപുലമായ മരക്കൊത്തുപണികൾക്കും ചരിത്രപരമായ കരകൗശല വസ്തുക്കൾക്കും ഇത് പേരുകേട്ടതാണ്. ഇത് തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഈ കൊട്ടാരം പരിപാലിക്കുന്നത് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ്. കാരണം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കുകയും കന്യാകുമാരി തമിഴ്നാടിന് കൈമാറുകയും ചെയ്തപ്പോഴും കൊട്ടാരം കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും തുടർന്നു. പല മലയാള സിനിമകളും ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണിച്ചിത്രത്താഴ്. ഒരു മുറൈ വന്ന് പാർത്തായ എന്ന സംഗീതത്തിന് ശോഭന അല്ല, ചിത്രത്തിലെ നാഗവല്ലി ചുവട് വെച്ചത് ഇവിടെ വെച്ചാണ്. അതുമാത്രമല്ല, ഈ ഇടനാഴിയിൽ വെച്ചാണ് നാഗവല്ലി ഗംഗയാണെന്ന് ഡോക്ടർ സണ്ണി നകുലനോട് വെളിപ്പെടുത്തിയത്. ഈ കാണുന്ന മലനിലകളാണ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വേലിമല. കുത്തനെയുള്ള ഒട്ടനവധി പടിക്കെട്ടുകളും ഈ കൊട്ടാരത്തിൽ കാണാം. രാജാവിന് എളുപ്പത്തിൽ പുറത്തേക്ക് കടക്കാനും മറ്റുമായി ചില രഹസ്യ കോണിപ്പടികളും ഇവിടെയുണ്ട്. ഇതായിരുന്നു പാചകപ്പുര. പഴമയെ തൊട്ടുണർത്തുന്ന പല ഉപകരണങ്ങളും ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായി തെക്കേ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നു. ഇതാണ് രാമനാഥന്റെ വീടായി സിനിമയിൽ കാണിക്കുന്നത്. പണ്ട് രാജകൊട്ടാരത്തിലെ സ്ത്രീകളുടെ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കായാണ് ഈ തെക്കേ കൊട്ടാരം ഉപയോഗിക്കുന്നത്. 2 മണിക്കൂർ ഇവിടെ ചിലവഴിച്ച ശേഷം ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ട്രെയിനിൽ തിരിച്ച്